പടം നന്നായിട്ടുണ്ട്. എത്ര പേർക്ക് ഇഷ്ടപ്പെടുമെന്ന് ചോദിച്ചാൽ അതാണ്. കാരണം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ആണ് പ്രോപ്പർലി പറഞ്ഞാൽ. അഖിൽ പോൾ അനസ് ഖാൻ്റെ രണ്ടാമത്തെ പടമാണ്. ഫസ്റ്റ് ടോവിനോ വെച്ച് തന്നെ ഫോറൻസിക്, സെക്കൻഡ് ഈ പടം അഖിൽ പോളിൻ്റെ മൂന്നാമത്തെ പടമാണ്. കോമണായിട്ട് പുള്ളി റൈറ്ററായിട്ട് പുള്ളിയുടെ ഫസ്റ്റ് പടമാണ് സെവൻത് ഡേ ആണ്. കോമണായിട്ട് ടോവിനോ ഉണ്ട്. അപ്പം പുള്ളി ആ ഒരു സംഭവം കൊണ്ടായിരിക്കും പുള്ളി തന്നെ കോമൺ ജേണറാണ്, ശ്രദ്ധ മനസ്സിലാവും. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ചോദിച്ചാൽ ഇല്ല, ഡിപ്പെൻസ് ആണ്. ഫസ്റ്റ് ഹാഫ് ഒരു ഇൻ്റർവെല്ലിന് മുന്നേ കൊള്ളാം, കുഴപ്പമില്ല, എൻഗേജിങ് സംഭവങ്ങളില്ല. ലാസ്റ്റ് ഒരു പുള്ളി ഒരു ട്രിവാൻഡ്രത്ത് ലുലുമോൾ വന്നപ്പോൾ പറഞ്ഞിരുന്നു അവസരം 40 മിനിറ്റ് പുള്ളിക്ക് ഉറപ്പുണ്ടെന്ന്. അത് പക്കാ സംഭവമാണ്. അവസാനം 40 മിനിറ്റ് ഭയങ്കര എൻഗേജിങ് ആണ്. ക്യാമറ ആണെങ്കിലും ഇതാണെങ്കിലും നന്നായിട്ടുണ്ട്. പിന്നെ തൃഷയുടെ സംഭവം എനിക്ക് പേഴ്സണലി പുള്ളിക്കാരി നല്ലൊരു നടിയാണ്. പുള്ളിക്കാരി ഇതിൽ വന്ന് അഭിനയിക്കണം എനിക്ക് താല്പര്യമില്ല. നമ്മളിപ്പം ഈ പാസിൽ പല സിനിമയിൽ കണ്ട പോലെ പുള്ളിക്കാരി നല്ല നടി. ഇങ്ങനെ ഒരു പടത്തിൽ ഈ ഒരു റോൾ വേറെ ആരും ചെയ്താലും മതി. അതിന് ഇമ്പോർട്ടൻസ് ഉള്ളൂ, കൊള്ളാം ചെയ്തിട്ട് ഇമ്പോർട്ടൻസ് ഇല്ല. ഓവറോള് ഒരു ക്ലീഷ ബ്രേക്കിംഗ് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലാണ്. കുറച്ചൊക്കെ പിന്നെ കുറേ ക്ലീഷ കൂടാൻ കൊള്ളാം. ഈ ഐഡൻറ്റിറ്റി എന്ന സിനിമയെ കുറിച്ച് പറഞ്ഞാൽ അതിൻ്റെ ഈ ഫസ്റ്റ് ഹാഫ് എന്ന് പറഞ്ഞാൽ അവർ ഈ ട്വിസ്റ്റുകളൊക്കെ തുടങ്ങുന്നത് ഈ ഫസ്റ്റ് ഹാഫിലാണ്. പിന്നെ സെക്കൻഡ് ഹാഫിലാണ് ആ ട്വിസ്റ്റൊക്കെ കൊണ്ട് ഫിനിഷ് ചെയ്യുന്നത്. ഒരു അൺപ്രഡിക്റ്റബിൾ എൻഡിങ് ആയിരുന്നു നമ്മൾ കണ്ടത്. അപ്പോൾ ആ സിനിമയിലെ ടൊവിനോൻ്റെ എൻട്രിയൊക്കെ നല്ല മാസ് എൻട്രി ആയിരുന്നു. ഈ ടൊവിനോ എന്ത് പറയാൻ, ആ ചേട്ടൻ്റെ ആക്ടിങ് കിടിലുമായിരുന്നു. ടെക്നിക്കലി ഭയങ്കര അച്ചീവ് ചെയ്തൊരു പടമാണ്. ശരിക്കും പറഞ്ഞാൽ മലയാളത്തിൻ്റെ ലെവലിൽ ടെക്നിക്കലി ഏറ്റവും ഇപ്പോൾ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ബറോസൊക്കെ ഇറങ്ങിയിരിക്കുന്നതിന് അതിനേക്കാളും നമുക്ക് ടെക്നിക്കലി ഇത് നല്ലൊരു പടമായിട്ട് പറയാം. പക്ഷേ അതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ എപ്പോഴും 2003 ആ ലെവലിൽ ഹോളിവുഡിൽ കളഞ്ഞു പോയ ആ ഒരു ത്രെഡാണ്, ആ ഒരു ക്ലീശ സംഭവങ്ങളാണ്. അപ്പോൾ അതിൻ്റേതായ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ കണ്ട് പരിചയിച്ച് ശീലിച്ചതായതുകൊണ്ട് കോപ്പിയടി എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ നമുക്കറിയാം, വി ക്യാൻ എക്സ്പെക്ട് വാട്ട്സ് ഗോയിങ് ടു ഹാപ്പൻ. ആ ഒരു ഫൈനൽ ക്ലൈമാക്സിലോട്ടൊക്കെ എത്തുമ്പോഴത്തേക്കും എന്താണ് പോസിബിളി സംഭവിക്കാമെന്ന് നമുക്കറിയാം. അപ്പോൾ അതിൻ്റേതായ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവില്ല. ടൊവിനോയുടെ ഹാർഡ് വർക്കും ടൊവിനോയുടെ ചാമും ഒക്കെ നമുക്ക് ആവശ്യം പോലെ അതിനകത്ത് കാണാൻ പറ്റും. ARMൻ്റെ ഇത് അങ്ങനത്തെ ഒരു കമ്പാരിസൺ എനിക്കില്ല. കാരണം ഇത് ടോട്ടലി ഡിഫറെൻറ്റ് ലെവൽ. ARM ഒരു വേറൊരു അത്ര എഫേർട്ട് വേണ്ട ഒരു ഇതിനകത്ത് അത്ര എഫേർട്ട് ഉണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ബട്ട് ഓൾസോ കമൻറ്റബിൾ ആണ്. എല്ലാத்தைയും കൂടെ എടുത്ത് ഫോറൻസിക് അപേക്ഷ എങ്ങനെയുണ്ട്? ഇവരുടെ മുൻപടമാണല്ലോ ഫോറൻസിക് ഭയങ്കര മോശമായിരുന്നു. ടെക്നിക്കലി ബ്രില്യൻ്റ് ആണ്. പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് ഹാസ് ബീൻ ഡൺ എക്സലൻ്റ്ലി. വെച്ചാൽ ലാസ്റ്റ് ക്ലൈമാക്സ്, പ്രത്യേകിച്ച് ഒരു ലാസ്റ്റ് 40 മിനിറ്റ്സ് ഇസ് എക്സെപ്ഷണൽ. ഇൻവെസ്റ്റിഗേഷൻ ഉണ്ട്, നമ്മൾ അതിലോട് നിൽക്കും. പക്ഷേ ഇൻവെസ്റ്റിഗേഷനെയും കാട്ടി കൂടുതൽ വെച്ചാൽ സ്പോയിലറാണോ ഞാൻ പറയത്തില്ല, പക്ഷേ കുറച്ച് കാര്യങ്ങളുണ്ട്. ഹീറോയുടെ ഫ്ലാഷ് ബാക്സ് ആൻഡ് ഓൾസോ അബൌട്ട് ദ സ്റ്റോറി ഈസ് ഗുഡ്. നമ്മൾ കുറച്ച് കണ്ടയിലും വെച്ച് നോക്കുമ്പോൾ കുറച്ച് ഡിഫറെൻ്റ് ആണ്. ഇത് മുമ്പ് കണ്ടുവന്ന ഒരു പെർഫോമൻസ് അല്ല, കുറച്ച് നല്ല പെർഫോമൻസ് ആയിരുന്നു. കൊള്ളായിരുന്നു. ഒരു വ്യത്യസ്തമായ ഒരു ജനറൽ പിടിച്ച പടമാണ്. 2025 മെഗാ ഒരു ലെവലിലേക്ക് പോയില്ലെങ്കിൽ നമുക്ക് കാണാം. തിയേറ്റർ മൂവി തന്നെയാണ്, കിടിലമായിട്ട് ചെയ്തിട്ടുണ്ട്. ടൊവിനോ ഒരു ത്രില്ലറാണ്, ത്രില്ലിങ് കൊണ്ടുപോകുന്നുണ്ട്. ആ എൻ്റയർ ടൈം കംപ്ലീറ്റ് ത്രില്ലിങ് കൊണ്ടുപോകുന്നുണ്ട്. അതിനൊരു ഡൗട്ടൊന്നുമില്ല. പടം സ്ലോ പീസ് ആണോ? ഇല്ല, നമുക്ക് ഫാസ്റ്റായിട്ട് തന്നെയാണ് പോകുന്നത്. സംടൈംസ് നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട്, പക്ഷേ ആ ത്രില്ല് നമുക്ക് അവസാനം വരെയും. ഏറ്റവും വലിയ ത്രില്ല് എന്ന് പറയുന്ന ഐഡൻറ്റിറ്റി എന്ന് പറയുന്ന ടൊവിനോയുടെ ആ ഒരു ക്യാരക്ടർ, അതൊരു വല്ലാത്തൊരു ഫീല് നമുക്ക് തരുന്നുണ്ട്. നല്ല ആക്ഷനാണ്, കുഴപ്പമില്ല. ഫോറൻസിക്കിന് ശേഷം ആ ഒരു ടീം വരുന്നില്ല, അപ്പോൾ ആ ടീം വരുന്നുണ്ട്. പക്ഷേ തൃശ്ശയൊന്നും അത്രത്തോളം നമുക്ക് ആ ഒരു കിട്ടിയിട്ടില്ല. പടം നൈസായിരുന്നു, വേറെ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. പിന്നെ ടൊവിനോ നമ്മൾ ന്യൂ ഇയറിന് ശേഷം പുതിയൊരു പടം 2-ാം തീയതി ഉള്ളൂ, നല്ലൊരു പടം കാണാൻ പറ്റി. പിന്നെന്ന് പറഞ്ഞാൽ നമ്മൾ ത്രില്ലിംഗ് പടം പ്രതീക്ഷിച്ച് പറഞ്ഞവർക്ക് നന്നായിട്ട് കാണാൻ പറ്റും. ഫസ്റ്റ് ഹാഫ് തന്നെ എനിക്ക് നല്ല വർക്കായിട്ടുണ്ട്. പിന്നെ വേറെന്ന് പറഞ്ഞാൽ തൃശ്ശയുടെ ക്യാരക്ടറാണ്. തൃശ്ശയുടെ ക്യാരക്ടർ നന്നായിട്ട് പോയെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം എന്ന് പറഞ്ഞാൽ ഈ ഫുൾ ടൈം പടത്തിൽ അങ്ങോട്ട് വന്നു പോകുന്ന ഒരു ക്യാരക്ടറായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക് വരുന്നു, കുറച്ച് എന്തെങ്കിലും പറയുന്നു, ചെറിയൊരു ഡയലോഗ് പറയുന്നു, അത്ര ഒരു പോണ ഒരു ക്യാരക്ടറായിട്ടാണ് എനിക്ക് തോന്നിയത്. ടൊവിനോ നന്നായിട്ട് ഇറക്കിയിട്ടുണ്ട് പടത്തിൽ. സെക്കൻഡ് ഹാഫും ക്ലൈമാക്സൊക്കെ ലുക്കൊക്കെ മാസമാണ്, സീനാണ് നല്ലത്. അത്യാവശ്യം നല്ല എൻഗേജിങ് ആയിട്ട് തന്നെ പോയി. ടൊവിനോയുടെ ആ ക്യാരക്ടറാണെങ്കിലും ടൊവിനോ ഇതുവരെ ചെയ്തിട്ടില്ലാത്തൊരു ടൈപ്പ് റഫ്നെസ് ഉള്ള ക്യാരക്ടറാണ്. അവസാനം വരെ ക്യാരക്ടർ പിടിച്ചുകൊണ്ട് പോവുക. പിന്നെ അതേപോലെ തന്നെ എന്താ പറയണ്ടേ, ആ ഒരു
സ്വന്തം ഐഡൻറ്റിറ്റി എന്താണെന്ന് പ്രേക്ഷകരെ അവസാനം കാണിക്കുന്ന ആ ഒരു ഹീറോസിൻ്റെ ഫിലിംസ് അറിയില്ല. ഇപ്പം ലൂസിഫർ ആണെങ്കിൽ പോലും ലാലേട്ടൻ്റെ യഥാർത്ഥ ഐഡൻറ്റിറ്റി എന്താണെന്ന് നമുക്കറിയില്ല. പുള്ളി ആ റെഫ്നെസ് അവസാനം വരെ പിടിച്ചുകൊണ്ട് പോകണം. അതുപോലെ ടൊവിനോ ഇതിൽ അത്യാവശ്യം നല്ലപോലെ ആ ഒരു ക്യാരക്ടർ കൊണ്ടുപോയിട്ടുണ്ട്. എനിക്ക് പുള്ളിയുടെ പെർഫോമൻസാണ് കുറച്ചുകൂടെ അത്യാവശ്യം നല്ലപോലെ ഇഷ്ടപ്പെട്ടത്. പിന്നെ അതേപോലെ പടം നല്ല എൻഗേജിങ് ആണെന്നുണ്ട്. ഓരോ സീനും എങ്ങനെയാണ് ആ സീൻ എന്താ പറയണ്ടേ അതിൻ്റെ അതുണ്ടാവാനുള്ള കാര്യം എല്ലാം വളരെ കൃത്യമായിട്ട് തന്നെ അവർ എക്സ്പ്ലെയിൻ ചെയ്ത് നല്ലപോലെ റിസർച്ചൊക്കെ ചെയ്തിട്ട് പടം എടുത്തതുപോലെ ഉണ്ട്. അത്യാവശ്യം നമുക്കങ്ങനെ കുറ്റം കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ വിമർശിക്കാൻ വേണ്ടിയിട്ട് വന്നിരുന്നിട്ട് അങ്ങനെ ലൂപ്പ് ഹോൾസോ കാര്യങ്ങളോ ഒന്നും കണ്ടെത്താൻ പെട്ടെന്ന് ഒറ്റ വാശിൽ എന്തായാലും കണ്ടെത്താൻ പറ്റുമെന്ന് തോന്നുന്നില്ല.